ഹായ്, ഞാൻ വീണ്ടും വന്നു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി. നമ്മുടെ ബീൻ ഫാമിലിയിലെ ഇത്ത 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. പായാരം പറയുന്നവരെ സൂക്ഷിക്കുക എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ. അതിലെ പ്രധാന പോയിന്റ്, ഇരന്ന് ജീവിക്കുന്ന പായാരം പറയുന്നവരുടെ മക്കളാണ് നാളത്തെ ക്രിമിനലുകൾ ആകാൻ സാധ്യത എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് ആ വീഡിയോക്ക് താഴെ വന്നിരുന്നു. ആ കമൻറ്റിൽ ഇന്നയാളുടെ മക്കൾ എന്നോ ഇന്നയാളാണ് ഇരന്ന് ജീവിക്കുന്നത് എന്നോ ഒന്നും ആ കമൻറ്റിൽ പറഞ്ഞിട്ടില്ല. പൊതുവായ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മുടെ കല്യാണ രമണി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾ ക്രിമിനലുകളാണ്, എൻ്റെ മക്കൾ ക്രിമിനലുകളാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് നിരന്തരം അവരുടെ വീഡിയോക്ക് താഴെ കമൻ്റ് ആരോ ചെയ്തിട്ടുണ്ടത്രേ. എന്നാൽ അത് തെളിവ് സഹിതം അവർ പറയുകയാണ്, വീഡിയോ ചെയ്യുകയാണ് എങ്കിൽ നമുക്കത് വിശ്വസിക്കായിരുന്നു. തെളിവ് ചോദിക്കുമ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. എന്തും ഏതും സ്ക്രീൻഷോട്ട് ആക്കുകയോ അല്ലെങ്കിൽ അത് വീഡിയോ ആക്കി ചെയ്യുന്ന ഈ സ്ത്രീക്ക് ഈ കമൻറ്റ് മാത്രം ഡിലീറ്റ് ചെയ്തത്രേ. അതിന് തെളിവില്ല. തെളിവ് ചോദിച്ചപ്പോൾ തെളിവില്ല, ഞാൻ ഡിലീറ്റ് ചെയ്തു എന്ന്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം, ഇവരുടെ വീഡിയോയിലോ പോസ്റ്റിലോ അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടില്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രം. എൻ്റെ മക്കളെ പറഞ്ഞ് എന്ന് പറഞ്ഞ് ഒരു സൈബർ അറ്റാക്കിനെ തിരികൊളുത്തുക എന്ന ലക്ഷ്യമല്ലേ സ്ത്രീയെ നിങ്ങൾ അവിടെ ചെയ്തത്? ആ കുട്ടികളെ കണ്ടാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? നീയല്ലേ ആ കുട്ടികളെ വിറ്റ് തിന്നുന്നത്? നീ തന്നെയാണ് നിന്റെ കുട്ടികളെ അനാവശ്യം പറയുന്നത്. ആ കുട്ടികളുടെ ഉപ്പ മരണപ്പെട്ടു പോയി എന്നുള്ള അനാവശ്യവും നീ തന്നെയാണ് സ്ത്രീയെ പറഞ്ഞു പരത്തുന്നത്. അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. മറ്റുള്ളവരുടെ വീഡിയോയിൽ ഒളിഞ്ഞു നോക്കുമ്പോൾ പലതും കണ്ടെന്ന് വരും. അത് അങ്ങ് സഹിക്കണം. അല്ലാതെ വന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും ആരുടെ വായു മൂടിവെക്കാൻ പറ്റില്ല. പിന്നെ ഈ പാവപ്പെട്ട സ്ത്രീ മക്കളെ വളർത്താൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട സ്ത്രീയാണ് എന്ന ലേബലിൽ ഈ മറ്റുള്ളവരുടെ പോക്കറ്റിൽ നിന്നും തട്ടിയെടുത്ത പൈസ മക്കൾക്ക് തിന്നാനാണോ കൊടുത്തത്? നീ നിന്റെ ഭർത്താവിൻ്റെ പേരിലുള്ള കേസ് നടത്താൻ കോടതിയിലല്ലേ കൊണ്ടുപോയി കെട്ടിവെച്ചത്? അല്ലാതെ നിനക്ക് ഫ്രീ ആയി ആണോ വക്കീൽ കേസ് നടത്തുന്നത് സ്ത്രീയെ? ഈ പാവപ്പെട്ട സ്ത്രീ ആരെങ്കിലും അവർക്കെതിരെ സംസാരിക്കാൻ തുനിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തുക, സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നുള്ളത് ഈ സ്ത്രീയുടെ അജണ്ടയാണ്. അത് ഷാജിയുടെ വിഷയത്തിൽ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അന്നും ഈ സ്ത്രീ പറഞ്ഞത്, എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി ഞാൻ യൂട്യൂബിലേക്ക് വന്നത്, എൻ്റെ യൂട്യൂബ് ചാനൽ അടിച്ചു കളയും, എൻ്റെ മക്കളെ വളർത്താൻ നിവർത്തിയില്ല, എൻ്റെ മക്കളെ പറയുന്നു എന്ന ഡയലോഗാണ് ആ സ്ത്രീ എല്ലായിടത്തും യൂസാക്കുന്നത്. സ്വാഭാവികമായി ഒരു മനുഷ്യനായ വ്യക്തി മക്കളെ പറയുന്നു എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ അതിലെ സത്യാവസ്ഥയോ മിഥ്യയോ തിരക്കിപ്പോകില്ല. ആദ്യം തന്നെ മക്കളെ എന്തിനു പറയുന്നു, മക്കളെ പറയാൻ പാടില്ലല്ലോ, അവർ കുഞ്ഞു കുട്ടികളല്ലേ തുടങ്ങിയുള്ള ന്യായങ്ങൾ നിരത്തി ഇവർ ചൂണ്ടിക്കാണിക്കുന്ന എതിരാളിക്ക് നേരെ തിരിയുക എന്നത് മനുഷ്യരുടെ സഹജമായ ഒരു ഏർപ്പാടാണ്. അതുപോലെ തന്നെയാണ് ഷാജിക്കെതിരെ ഉപയോഗിച്ച ആയുധം തന്നെയാണ് അസൂറ വ്ളോഗിലെ ഇത്തയുടെ മേലിലും ഈ സ്ത്രീ ആരോപിച്ചത്. ആ ഒരു ആരോപണം കുറിക്കൊണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കൃത്യമായി യൂട്യൂബേഴ്സ് എന്തിനാണ് 3 മക്കളെ വളർത്തുന്ന സ്ത്രീയെ നിങ്ങൾ ഉപദ്രവിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഉമ്മയെ വളരെ അധികം സൈബർ അറ്റാക്ക് പോലെ അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻ്റായ 3 അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഉമ്മാക്ക് അത് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. ഈ ഒരു സൈബർ ബുള്ളിംഗ് മൂലം ആ ഉമ്മ തളർന്നു പോയി. പിന്നീട് വീഡിയോകൾ അവർ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ അവരുടെ വീഡിയോയിൽ നോക്കിയാൽ കാണാം. ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ ലൈവുകളാണ് ചെയ്യുന്നത്.
അങ്ങനെ ഇരിക്കുമ്പോൾ നിരന്തരം അസുറ ബ്ലോഗ് നടത്തുന്ന ഉമ്മയുടെ മേൽ അവരാണ് ഈ സ്ത്രീയുടെ ജീവിതകഥ പുറത്തിട്ടത്. ഈ സ്ത്രീയുടെ പൊള്ളയായ ജീവിതം പുറത്ത് കാണിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം വീഡിയോകൾ ചെയ്യുകയും എൻ്റെ മക്കളുടെ ഉപ്പയെ കൊണ്ടുവരും, നിങ്ങൾ എൻ്റെ മക്കളുടെ ഉപ്പയെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മക്കളുടെ ഉപ്പയെ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളികൾ നടത്തുകയും ചെയ്തുകൊണ്ട് നിരന്തരം വീണ്ടും അസുറ ബ്ലോഗിനെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്നത് ഈ വൃത്തികെട്ട സ്ത്രീ തന്നെയാണ്. ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാണ് അസുറ വ്ലോഗ് 2 വീഡിയോകളിലൂടെ അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചത്. എന്നാൽ 3 മക്കളുമായി ഒരു പാവപ്പെട്ട ഉമ്മ ജീവിക്കുന്നു എന്ന ലേബലോട് കൂടി ആ സ്ത്രീ അവിടെ വിജയിക്കുകയാണ് ചെയ്തത്. എന്നാൽ അതൊന്നും സാരമില്ല എന്ന രീതിയിൽ അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അസുറ ബ്ലോഗ് അവരുടേതായ രീതിയിൽ അവർ വീഡിയോകളൊന്നും ചെയ്യാതെ ലൈവിൽ മാത്രമായി ചുരുങ്ങി. അങ്ങനെ അവർ ജീവിച്ചു വരുന്ന സമയത്താണ് അസുറ വ്ലോഗിൻ്റെ പേരിൽ വീണ്ടും ഒരു കേസുമായി ഈ സ്ത്രീ മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ സ്ത്രീയെക്കുറിച്ച് യാതൊന്നും തന്നെ ഒരു വീഡിയോയിലും അസുറ വ്ലോഗ് പരാമർശിച്ചിട്ടില്ല. ആ സ്ത്രീയുടെ ജീവിതകഥ പുറത്ത് പറഞ്ഞത് ആ സ്ത്രീ തന്നെയാണ്. ഭർത്താക്കന്മാരുടെ രഹസ്യവും പറഞ്ഞത് ഈ സ്ത്രീ തന്നെയാണ്. ഈ പറഞ്ഞ സ്ത്രീയുടെ ഭർത്താക്കന്മാർക്ക് സ്വഭാവ ദൂഷ്യമുണ്ട് എന്ന് പറഞ്ഞു പരത്തിയതും ഈ സ്ത്രീ തന്നെയാണ്. എന്നിട്ട് ഇതാ അസുറ ബ്ലോഗിനെതിരെ കേസുമായി മുന്നോട്ട് പോയിരിക്കുന്നു. എന്നാൽ പോലീസുകാർ വിളിച്ചപ്പോൾ തൻ്റെ നിരപരാധിത്വം പറയേണ്ടതുപോലെ പറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല, ആ കേസ് അത് നിർത്തലാക്കുകയാണ് ചെയ്തത്. ആ കേസ് കൊടുത്ത കക്ഷി തന്നെ വേണ്ട എന്ന് പറയുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ന്യായം ആരുടെ ഭാഗത്താണ് എന്ന് നിയമപാലകർക്ക് പോലും മനസ്സിലായി. 3 തവണയോളം അസുറ ബ്ലോഗിനെ പോലീസുകാർ ബന്ധപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ 3ാമത്തെ തവണ പോലീസുകാർ തന്നെ പറയുകയായിരുന്നു, ഇനി കേസില്ല, ഇനി നിങ്ങൾ വരേണ്ടതില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, 3 അറ്റാക്ക് കഴിഞ്ഞ ഒരു സ്ത്രീയുടെ പേരിൽ, അവർ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ പോലീസുകാർ വിളിക്കുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, പെട്ടെന്ന് പതറിപ്പോകില്ലേ, ഒന്ന് പേടിക്കില്ലേ? നാം എന്ത് ചെയ്തിട്ടാണ് റബ്ബേ എന്നെ പോലീസുകാർ ബന്ധപ്പെട്ടത് എന്ന് ആലോചിച്ച് അപ്പോൾ മനഃപൂർവ്വം ആ ഉമ്മയെ കൊല്ലുക എന്ന ഉദ്ദേശം കൂടി ഈ സ്ത്രീക്കുണ്ടായിക്കൂടെ? അതായത് എതിരാളിയെ തീർത്ത് കളയുക എന്ന ഉദ്ദേശം ഈ രമണിക്കുണ്ട്. എതിരാളിയുടെ വായ അടപ്പിക്കാം, ഏത് നാറിയ കളിയും കളിക്കാൻ വേണ്ടി ഇവർ തയ്യാറാണ് എന്നതിൻ്റെ തെളിവാണ് അസുറ ബ്ലോഗിലെ ലൈവുകളിൽ ബീൻ ഫാമിലിയിലെ ഇത്തയെക്കുറിച്ച് എത്രത്തോളം പരാമർശങ്ങളാണ് പല ഫേക്ക് ഐഡിയിലൂടെ തലയില്ലാത്ത മുഖമില്ലാത്ത ഒരു നരാധമൻ വന്ന് പറഞ്ഞത് എന്ന് കേൾക്കണോ നിങ്ങൾക്ക്? അപ്പോൾ ഇതാണ് സ്ക്രീൻഷോട്ടുകൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ. ഈ സ്ത്രീയുടെ കള്ളത്തരങ്ങൾ മുഴുവനും പൊളിച്ചു എന്നതിൻ്റെ പേരിലാണോ, ഇവരുടെ കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിയുന്നു എന്ന് കണ്ടപ്പോൾ ആണോ ഇവർ പോലീസ് സ്റ്റേഷനിൽ കേസുമായി പോയത്? എന്തുകൊണ്ട് കേസുമായി മുന്നോട്ട് പോയവർ അത് കണ്ടിന്യൂ ചെയ്തില്ല? നിങ്ങളോടല്ലേ കേസിൻ്റെ അപ്ഡേഷൻ നിരന്തരം തരാമെന്ന് പറഞ്ഞത്? അപ്പോൾ സത്യത്തെ മൂടിവെക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല എന്ന് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും നന്നായി ജീവിക്ക് തള്ളേ. ഇനി ഞാനൊരു വോയിസ് കൂടി ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ഈ സ്ത്രീ പറയുന്നത് എല്ലാം അങ്ങനെ തന്നെ വിശ്വസിക്കണം, അങ്ങനെ തന്നെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു യൂട്യൂബർ അസുറ ബ്ലോഗിനെ ബന്ധപ്പെട്ട ഒരു വോയിസ് കൂടി ഞാൻ വെക്കുന്നു. നമ്മൾക്കതൊന്ന് കേട്ട് നോക്കിയിട്ട് വരാം. അതെന്താ ആവശ്യം? അതങ്ങനെയാണോ? സത്യമായ കാര്യമല്ലേ പറയേണ്ടത്? നിങ്ങൾ സത്യം പറയുന്ന ആളല്ലേ, അത് പറഞ്ഞ തെറ്റല്ലേ? നിങ്ങൾ വീഡിയോ ചെയ്ത് ഇഷ്ടമാണ്ടായപ്പോഴേ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ എന്താ പറയാ നമ്പർ കട്ട് ചെയ്തതും ഒരു ഗ്രൂപ്പിൽ വരെ പോയിട്ട് നിങ്ങളായിട്ട് നമ്പർ വരെ കളഞ്ഞോളാം എൻ്റെ അടുത്ത്. അത് എനിക്ക് പരാതിയൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പരാതിയില്ല. ഞാൻ എപ്പോഴും ഇത് തന്നെ പറയുള്ളൂ. ഇനി അവള് പറഞ്ഞിട്ട്
പേഷ്യന്റ് ആണ് എന്നിട്ട് ആയിട്ട് അങ്ങനെ ചെയ്തു. അത്രയും വേഗം അതിന്റെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കട്ടെ എന്ന് പെൺകുട്ടി ദുആ ചെയ്യാണ് ചെയ്തത്. മനസ്സിലായോ? നിങ്ങൾ വലിയ പൊക്കത്തുള്ള ആളാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ കാര്യം നിങ്ങളൊരു സാധു സ്ത്രീയാണെന്നാണ്. അതുകൊണ്ട് അവൾ വിശ്വസിച്ചു പോയി. അത്രേ ഉള്ളൂ. അതേ സംഭവിച്ചിട്ടുള്ളൂ. നമ്മൾ തമ്മിൽ ഇതിന്റെ പേരിലൊരു വഴക്കിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത. സ്വന്തം ഉമ്മ ആണെങ്കിൽ മകൾ ചെയ്യുന്ന തെറ്റ് തെറ്റാണ് മോളെ, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കും. മക്കൾ ചെയ്യുന്ന തെറ്റാണ് എന്നും തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തിയും കൊടുക്കേണ്ടവരാണ് ഉമ്മ. ഈ ഒരു വോയിസ് ഒരു യൂട്യൂബറിൻ്റേതാണ്. അസൂറ ബ്ലോഗിന് കൊടുത്തേക്കുന്ന ഒരു വോയിസാണിത്. അതായത് പാവപ്പെട്ട രമണി എന്തു പറഞ്ഞാലും അതപ്പടി വിശ്വസിക്കണം, ആരോടും പറയരുത്, സത്യം പുറം ലോകത്തെ അറിയിക്കരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്ന ഒരു യൂട്യൂബറിൻ്റെ വോയിസാണ് ഇത്. സോഷ്യൽ മീഡിയയിൽ വന്ന് ഇരക്കുകയും ഭിക്ഷയെടുക്കുകയും ചെയ്യുന്ന ഇത്തരം സുഖലോലുപതരായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവരുടെ സുഖജീവിതത്തിന് വേണ്ടിയാണ് കൈനീട്ടുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആണ് ഈ സ്ത്രീ. അടുക്കളയും ഒരു മുറിയും മതി, ഞാൻ എൻ്റെ കുട്ടികൾക്ക് വെച്ച് വേവിച്ച് കൊടുക്കും എന്ന് പറഞ്ഞ സ്ത്രീ ഇന്ന് വരെ ആ വീട്ടിൽ വെച്ച് വേവിച്ച് കൊടുത്തിട്ടില്ല കുഞ്ഞുങ്ങൾക്ക്. ഓരോ നേരവും ഭക്ഷണം കഴിക്കാനായി ഓടിപ്പോകുന്നത് അവർക്ക് ആരുമില്ലാതിരുന്ന കാലത്ത് ആരുമില്ല എന്ന് പറഞ്ഞ ഉമ്മയുടെയും വാപ്പയുടെയും അടുത്തേക്കാണ്. ഇവരും മക്കളും ഭക്ഷണം കഴിക്കുന്നത്. ആ കുട്ടികൾക്ക് ആഹാരം വേവിച്ച് കൊടുക്കാൻ പോലും ഒരു സന്മനസ് ഈ സ്ത്രീക്കില്ല. എൻ്റെ മക്കൾ പൊന്നാണ്, എൻ്റെ മക്കൾ തങ്കമാണ് എന്ന് പറഞ്ഞു പൊതുജനങ്ങളെ പറ്റിക്കുന്നത്. മക്കളെ നോക്കാൻ പോലും സമയമില്ലാത്ത ഈ സ്ത്രീക്ക് 4 5 ഒക്കെ കെട്ടാൻ മുട്ടും സ്വാഭാവികം. മുമ്പൊരിക്കൽ ഇവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പാവപ്പെട്ട ഉമ്മ എങ്ങനെ പാവപ്പെട്ട ഉമ്മയായി എന്നത്. ഒരു വലിയ ചാനൽ ഇൻ്റർവ്യൂവിന് വന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ ആ ഇൻ്റർവ്യൂ ആരും കണ്ടിട്ടില്ല. എന്നാൽ ഉത്തര ഉണ്ണി എന്ന യൂട്യൂബറുടെ വീഡിയോക്ക് താഴെ ഈ സ്ത്രീ കമൻ്റ് ഇട്ടിരുന്നു, എന്നെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യൂ എന്ന് യാചിക്കുന്നു. കാരണം ഈ വീഡിയോകളിലൂടെയൊന്നും പറഞ്ഞ് ശപിക്കുന്നതും മറ്റുള്ളവരെ പറ്റിക്കുന്നതും ആർക്കും മനസ്സിലാകാത്തത് കൊണ്ട് ഇനി ഒരു ഇൻ്റർവ്യൂ എടുത്ത് പരസ്യപ്പെടുത്താത്തത് കൊണ്ടാണ്. തള്ളക്ക് ഇനി എത്ര മെഴുകിയാലും ഈ സ്ത്രീയുടെ റിയൽ ക്യാരക്ടർ പുറത്തു വന്നു കഴിഞ്ഞു. ഇനിയെങ്കിലും നന്നായി ജീവിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് കൊള്ളാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ബായ്.